നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ വേട്ടയ്ക്കിറങ്ങിയത് പഞ്ചാബ് നാഷണൽ ബാങ്കിലായിരുന്നു. പക്ഷേ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വേട്ടയ്ക്കിറങ്ങിയ നമ്മളെ അവർ വേട്ടയാടി. എന്താ ചെയ്യുക? ഇത് കണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇത് 2024 ഓഗസ്റ്റ് സംതിങ് ആ ഒരു റേഞ്ചിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്ത് തിരിച്ച് താപ്പോട്ട് ഇറങ്ങിയപ്പം, അതായത് ആ ബയേഴ്സ് ട്രാപ്പായി എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അവിടെ ഒരു എൻട്രി എടുത്തത്. ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഈ ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ആ എൻട്രി എടുത്ത് ഞാൻ ഈ ഡന്നിൻ്റെ സൂപ്പർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് എൻട്രി, SL, ടാർഗറ്റ് ഇത് മൂന്നും ഒരുമിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻട്രി ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് SL വെറുതെ ഞാൻ ഈ ഭാഗത്തോട്ട് വെച്ചേക്കുവായിരുന്നു. ഇപ്പോൾ ഇത് ഈ ഒരു ലെവലായിരുന്നു എൻ്റെ SL ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ ക്യാൻഡിൽ ഒരു എൻട്രി എടുത്ത് ഈ ക്യാൻഡിൽ എൻട്രി ലിമിറ്റ് ഓർഡർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ടാർഗറ്റ് ചെയ്ത ഈ പച്ച വരയല്ലേ, ഇതിൻ്റെ ഇവിടെ ആയിരുന്നു. അപ്പോൾ അവിടോട്ട് ഞാൻ ടാർഗറ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് കൊണ്ടിട്ട് അതിനുശേഷം ഇതിന് ബാക്കി വേറെ സപ്പോർട്ട് വല്ലതും ഉണ്ടോ, റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പോയി. അപ്പോൾ ഇത് ഞാൻ SL ട്രാക്ക് ചെയ്ത് കറക്റ്റ് ഞാൻ വെച്ചില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു മൂവ്മെൻറ്റ്, ഈ ഒരു ഒറ്റ ക്യാൻഡിലല്ലേ, സിംഗിൾ ക്യാൻഡിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഇവിടെ പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ എവിടെയോ കിടക്കുമായിരുന്നു SL. എനിക്കൊന്ന് ഈ ഭാഗത്തെങ്ങാണ്ടായിരുന്നു SL. അതായത് SL ആദ്യം എൻട്രി എടുക്കാൻ വേണ്ടി ട്രാക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. അത് കയറി അങ്ങ് അടിച്ച് എന്തോ ചെയ്യാനെന്ന് പറയണേ, അടിച്ചിട്ട് നേരെ താഴെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഒരു എൻട്രി എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലോസ് 0 ആയതാണ്. പക്ഷെ എന്നിട്ടും അത് തിരിച്ച് കയറി. ഞാൻ അപ്പോഴത്തേക്ക് ലോസ് 0 ആയപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ രണ്ടാമത്തെ എൻട്രി എടുത്തിട്ട് താഴെയായിട്ട് ഇച്ചിരി താഴെയായിട്ട് നമ്മുടെ SL അങ്ങ് ട്രെയിൽ ചെയ്ത്. അപ്പം ഒന്നെങ്കിൽ മറ്റേ ആദ്യത്തെ ട്രേഡിൽ ലോസിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ട്രേഡ് ടാർഗറ്റ് അടിക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം എന്ന് കരുതിയിട്ടുള്ള രീതിയിൽ ഇരുന്നതാണ്. പക്ഷെ തിരിച്ച് കയറി നമ്മൾ വീണ്ടും നമ്മൾ ആ ട്രെയിൽ ചെയ്ത് SL അടിച്ച് താപ്പോട്ട് വരിക ചെയ്തത്. അപ്പോൾ ഈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രോഫിറ്റിലായേനെ. പക്ഷെ അത് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഒരു മാനിപ്പുലേഷൻ അല്ല, ഇന്ന് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം SL അടിപ്പിച്ചിട്ടുള്ളൊരു ദിവസമാണ്. ആ സമയത്തൊക്കെ നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിരുന്നു. നിഫ്റ്റി അങ്ങനെ സ്ട്രോങ് ആയിട്ട് കയറി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് നോക്കിയത് എന്തെങ്കിലും റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ എന്ന്. പക്ഷേ ആ സമയത്ത് എൻട്രി എടുത്ത് അപ്പം തന്നെ നമ്മൾ SL അടിച്ചു കളഞ്ഞു. SL അല്ല, അതാ ഈ റെഡ് ഏരിയ ആയിരുന്നു ഞാൻ SL പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ ആയിട്ടായിരുന്നു SL പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത് SL കൂടുതൽ നമ്മളത് ലോസ് പോയിരുന്നു. അത് കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ലോസ് വന്നു. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു ദിവസത്തെ ലോസ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു 2000 രൂപ, 2000 തൊട്ട് 2500 രൂപയാണ് ഒരു ദിവസത്തെ ലോസ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത്ര എത്തിയിട്ടില്ല, കാരണം 2 ട്രേഡ് എടുക്കാൻ മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഞാൻ 2 ട്രേഡ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിപ്പം എൻ്റെ ഒരു ട്രേഡിൽ ഒരു 1000 തൊട്ട് 1250 രൂപ വരെ ലോസേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ട്രേഡൊന്നും എടുക്കാനില്ല, കാരണം ഒറ്റ ട്രേഡിൽ തന്നെ നമ്മുടെ മാക്സിമം ലോസിൻ്റെ അടുത്തേക്ക് എത്തി. ഏകദേശം 1600 രൂപയോളം ലോസ് വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു ട്രേഡൊന്നും എടുക്കാനില്ല. കാരണം നിഫ്റ്റിയൊക്കെ നോക്കുമ്പോഴും അത്യാവശ്യം സ്ട്രെങ്തിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റിയൊക്കെ. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് ഓർഡർ ഫ്ലോയുടെ ഡേറ്റ നോക്കുമ്പം PNBയുടെ ഓർഡർ ഫ്ലോയ്ക്ക് അതൊക്കെ നല്ല സെല്ലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്, ഈ 4215 നെഗറ്റീവ് ഡെൽറ്റ വന്നത്. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ക്യാൻഡിൽ തിരിച്ച് മേലോട്ട് കയറി തിരിച്ച് വീണ്ടും താപ്പോട്ടിറങ്ങി. അങ്ങനെ താപ്പോട്ടിറങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും അവിടെ തന്നെ ഒരു എൻട്രി എടുത്തത്. എൻട്രി എടുത്ത് തിരിച്ച് ഇവിടെ കണ്ടോ 1,70,070 ഉണ്ടായിരുന്നു ഡെൽറ്റ. പക്ഷെ എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ ക്യാൻഡിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ട്രെയിനിങ് SL അടിച്ചത് 5,37,000 പോസിറ്റീവ് ഡെൽറ്റ വന്നത്. പിന്നെ എന്നിട്ട് ഇവിടെയൊക്കെ 4 ലക്ഷമൊക്കെ വന്നു. പക്ഷേ അത്രയും കണ്ടോ, ഈ 4 ലക്ഷമൊക്കെ ഡെൽറ്റ വരുമ്പോൾ ക്യാൻഡിൽ കണ്ടോ, ക്യാൻഡിൽ ഭയങ്കര ടോപ്പിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം അത്രയും സെല്ലേഴ്സ് ഉണ്ടായിട്ട് അവരെ കൊണ്ട് അങ്ങോട്ട് ക്യാൻഡിൽ റെഡായിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു സെല്ലേഴ്സിൻ്റെ. ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എൻട്രി ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, ഇപ്പോൾ PNB നോക്കുമ്പം ആ ഒരു ഏരിയ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെയൊക്കെ ചിലപ്പം താപ്പിട്ട് വന്ന് നമ്മുടെ ഈ ടാർഗറ്റ് ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അത് കോഴ്സ് കുളമൊന്നുമല്ലേ, ഇങ്ങനെ ഇത് വെച്ച് നാളെ താപ്പിട്ട് വരുമെന്ന് വിചാരിക്കുകയും ചെയ്യില്ല. ഒക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. ഞാനിങ്ങനെയൊന്നും പറയുന്നേ ഇല്ല. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ എടുത്ത ട്രേഡ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു സംഭവം പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഓർഡർ ബുക്ക് നോക്കാം.
ഇതാണ് നമ്മൾ ആദ്യം പഞ്ചാബ് വാങ്ങിച്ചു, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വാങ്ങിച്ച് നമ്മുടെ SL അടിച്ചു, SL അല്ല TSL അടിച്ചു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ 2500 ക്വാണ്ടിറ്റി വെച്ചാണ് നമ്മൾ 2 തവണയും വാങ്ങിയത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കുമ്പോൾ ഏകദേശം 1600 രൂപ ലോസ്. 1600 പിന്നെ 2 ട്രേഡിൻ്റെ ബ്രോക്കറേജ് സംഭവങ്ങളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 250 രൂപ വരും. അപ്പോൾ 1800 രൂപ അടുപ്പിച്ച് ലോസ്. അപ്പോഴും എൻ്റെ ഒരു ദിവസത്തെ ലോസ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നതിൻ്റെ ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ പൊസിഷൻ സൈസ് ചെയ്ത് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെയാണ്, നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്? പ്രത്യേകിച്ചില്ലല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം.